ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഹൈദരാബാദ് ജേണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് സിക്കന്ദരാബാദ് മാർക്കറ്റാണ് കേട്ടോ. ജീൻസിൻ്റെ മാർക്കറ്റാണ്. അപ്പോൾ അടിപൊളിയാണെന്നൊക്കെ ഇവരൊക്കെ പറയുന്നത് കേട്ടു. ക്ലോത്ത് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ വിലക്ക് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളിവിടെ എത്തി. നമ്മൾ രാവിലെ നേരത്തെയാണ് കേട്ടോ. കടകളൊക്കെ തുറന്ന് ഓപ്പണായി വരുന്നതേ ഉള്ളൂ ജസ്റ്റ്. അങ്ങനെ ഞാനും അല്ലൂസും കടകളൊക്കെ തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സിക്കന്ദരാബാദ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് ഐറ്റംസും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മൾ ചപ്പൽസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് കൂടുതലും കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കടയിൽ കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കട ഞാൻ കയറിയ കട ഇതൊക്കെ ഈ നൈറ്റുകളൊക്കെ കണ്ടോ 500 രൂപേൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ. ഹോൾസെയിലായിട്ടും നമുക്ക് കിട്ടും, റീറ്റെയിലായിട്ടും നമുക്ക് കിട്ടും കേട്ടോ. നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അതുപോലെ തന്നെ നമ്മളെ കോട്ടൻ്റെ ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന നൈറ്റികൾ, അതുപോലെ തന്നെ കോട്ടൻ്റെ തന്നെ ചുരിദാർ മെറ്റീരിയലും ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ റെഡിമെയ്ഡ് ആയിട്ടും ഒക്കെ കിട്ടും കേട്ടോ. നമുക്ക് ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസ് എടുക്കാം, അങ്ങനെയല്ല ഒത്തിരി പീസ് വേണമെങ്കിലും ഹോൾസെയിലായിട്ട് അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഈ ഡ്രസ്സൊക്കെ അതുപോലെ അതായത് ഓൺലൈൻ ബിസിനസ് ഒക്കെ തുടങ്ങുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഈ സിക്കന്ദരാബാദ് ഈ മാർക്കറ്റ് അടിപൊളിയാണ്. അതായത് നല്ല കുറഞ്ഞ വിലക്ക് നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും, നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും കേട്ടോ. നമ്മൾ മലയാളികൾ കേൾക്കുന്നത് ഒരു ഓവർ റേറ്റ് പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ വീഡിയോ കാണാൻ നല്ല രസമുണ്ട്. വീഡിയോ കണ്ടുപിടിക്കും അപ്പം അതേപോലെ ഫാൻസി ഐറ്റംസും ഒത്തിരി ഉണ്ട് കേട്ടോ. റിങ് ഐറ്റംസ്, ജിമിക്കി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുന്ന ആളുകൾക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഫാൻസി ഐറ്റംസ് എല്ലാ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വന്നിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു കേട്ടോ. അതായത് ഒത്തിരി റേറ്റ് കമ്മിയാണ്, ഒത്തിരി റേറ്റ് കമ്മിയാണ്, ഒത്തിരി റേറ്റ് കമ്മിയാണ്. നൈറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ചുരിദാർ ആണെങ്കിൽ എല്ലാറ്റിനും വില കമ്മിയാട്ടോ. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺലൈൻ ബിസിനസ്സിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പം അടിപൊളിയാന്ന് വെച്ചാൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ ചപ്പലിനൊക്കെ വരുന്നത് 150, 200 അങ്ങനെയൊക്കെയാണ് കേട്ടോ. അത് ഒത്തിരി പീസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിലും കുറച്ച് കിട്ടും കേട്ടോ. സംഭവം ഞാൻ ഒരുപാട് കടയിൽ ഞാൻ അത്യാവശ്യം കയറി നോക്കിട്ടോ എന്താണ് റേറ്റിന് എന്താണ് വരുന്നതെന്ന്. പക്ഷെ നമ്മുടെ ചില കടയിൽ കയറുമ്പോൾ നമ്മൾ മലയാളിയാണ് അങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ റേറ്റ് കൂട്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. അതായത് ഒരു കടയിൽ കണ്ട് സെയിം മെറ്റീരിയൽ തന്നെ നമ്മൾ അടുത്ത കടയിൽ ചോദിക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വെറൈറ്റി ഒരു കടയാണ് കേട്ടോ. ഫാൻസി ഐറ്റംസ്, അതായത് ഹെയർ ആക്സസറീസ് ഒത്തിരി ഉണ്ട് കേട്ടോ. കാണാൻ പറ്റും. കണ്ടാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് പെൺകുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖം കേട്ടോ. അതായത് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിക്കാം.
എടുക്ക് നേരെ പറയേ. ഇതേപോലെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് ഇതേപോലത്തെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഇവിടെയൊക്കെ കല്യാണ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആർഭാടവും കാര്യങ്ങളാണ്. ആർഭാടം എല്ലായിടത്തും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തമിഴ്നാട്, കർണാടക, ഈ ആന്ധ്ര ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒത്തിരി യൂസ് ചെയ്യും കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് കടകളും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇത് എന്താ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇതും കിട്ടും കേട്ടോ. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒത്തിരി കിട്ടും. ഇങ്ങനത്തെ കടകൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളിയാണ് സംഭവങ്ങളൊക്കെ. ജിമിക്കി എന്താ രസം നീന്തിട്ടോ, ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനൊക്കെ. ജിമിക്കാണെങ്കിലും വളകളാണെങ്കിലും. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരട്ടെ. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ ഈ സാധനം. കണ്ടോ, ഇതൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാം കിട്ടും. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ ആണെങ്കിലും ഹോൾസെയിലായിട്ടാണെങ്കിലും കിട്ടും കേട്ടോ. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് നേരം അതുമ്പോൾ തന്നെ നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നിന്നു കേട്ടോ. എന്താ സംഭവം നോക്കാൻ. അപ്പം ഞാൻ ആ കടൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ കേട്ടോ. സംഭവം ഒത്തിരി ഉണ്ട് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് കേട്ടോ. പല സൈസ്, അതായത് പല മോഡൽ ഉണ്ട് കേട്ടോ. ഒരു സംഭവം തന്നെയാണ്, പക്ഷെ അതിന് പല വെറൈറ്റി സംഭവങ്ങൾ, കളേഴ്സ് ആണെങ്കിലും എല്ലാ സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും കേട്ടോ. അതുപോലെ തന്നെ കമ്മല്, അതുപോലെ തന്നെ ഇങ്ങനെ എന്താ ഫാൻസി ഐറ്റംസ്, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടകളാണ്. റീറ്റെയിലായിട്ടും നമുക്ക് കിട്ടും. നല്ല രസമുണ്ട് അല്ലേ? എനിക്ക് അടിപൊളി. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോരാൻ തോന്നില്ല. നമ്മൾ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒന്നും അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ എനിക്കിത് ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടോണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്നറിയില്ല. ഞാൻ ഒന്നും വാങ്ങുക, അങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുക, ഇങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടോണ്ടിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. കണ്ടോ, ഇതൊക്കെ ഒത്തിരി മോഡലുണ്ട് കേട്ടോ സംഭവങ്ങൾ. അതിൻ്റെ പല സൈസിലുണ്ട് കേട്ടോ. ഒരേ സംഭവം തന്നെ അതിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ? അതായത് റോസ് ഗോൾഡ് ആണെങ്കിലും വെള്ളി ആണെന്നുണ്ടെങ്കിലും, അതായത് ഗോൾഡൻ കളർ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഉണ്ട്. എല്ലാ വെറൈറ്റി ഉണ്ട്. ഒരു സാധനത്തിൻ്റെ തന്നെ, അതായത് ഒരു സംഭവത്തിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ സിക്കന്ദരാബാദ് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടക്കാനുണ്ട് കേട്ടോ. ഒത്തിരി നടക്കാനുണ്ട്. അല്ലൂസ് ഞാനൊക്കെ സത്യത്തിൽ നടന്ന് കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം അങ്ങോട്ട് ക്ഷീണിച്ച് അങ്ങനെ ആകെ അങ്ങോട്ട് ഇതായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ജ്യൂസും കാര്യങ്ങളൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാൻ നിൽക്കണം. അങ്ങനെയാണ് പോകുന്ന വഴിക്ക് നമ്മൾ പ്രാവിനെ കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇനി അല്ലൂസിനെ ഒന്ന് കാണിക്കാം, ഇതാക്കാന്ന് വിചാരിച്ചു. ഇത് നേരത്തെ കണ്ട പ്രാവല്ല കേട്ടോ, ഇത് വേറൊരു സ്ഥലത്തുള്ള പ്രാവാട്ടോ. ഇത് നമ്മൾ ചാർമിനാർ പോകുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ. ചാർമിനാർ പോകുന്ന വഴിയിലും ഇങ്ങനെ പ്രാവിൻ്റെ സംഭവങ്ങളുണ്ട്. ഒരു ഫുഡ് ഇട്ട് കൊടുത്താൽ അവർ വന്നിരുന്നത് കൊത്തിയിട്ട് കഴിച്ചിട്ട് പോകും. ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം. അതിനാണ് കേട്ടോ. ഫോട്ടോ എടുക്കുന്ന ആളുകൾ അവർക്കുള്ള ഭക്ഷണം മേടിച്ചിട്ട് വന്നിട്ട്, അതായത് ഈ സംഭവം മേടിച്ച് വന്നിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആളുകളാട്ടോ. അപ്പോൾ അല്ലൂസും ഉമ്മയൊക്കെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് ചാർമിനാറാണ് കേട്ടോ. ചാർമിനാറിൻ്റെ അവിടെയും ഇതുപോലെ തന്നെ അടിപൊളി ബസാർ ഉണ്ട് കേട്ടോ. ഇതേപോലെ ഡ്രസ്സിൻ്റെ ആണെങ്കിലും അവിടെയും തന്നെ ഇതുപോലെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ കിട്ടും കേട്ടോ. പക്ഷെ അവിടെ ഇച്ചിരി വില കൂടുതലാണ്. നമ്മൾ സംസാരിച്ചപ്പോൾ അവർ ഇപ്പോൾ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ റേറ്റ് കൂട്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കടയിൽ കയറിയപ്പോൾ അവിടെ ലസ്സി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫേവറേറ്റ്, അതായത് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് സംഭവമാണ് ലസ്സി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മേടിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. അതൊരു വെറൈറ്റി സംഭവം കേട്ടോ. ഇവർ മാത്രം ഇവിടുത്തെ ഒരു സ്പെഷ്യലാണെന്ന് തോന്നുന്നുണ്ട് ഈ ലസ്സി. ഇത് കഴിക്കാനായിട്ട് ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഈ ചാർമിനാറിനോട് ചേർന്നിട്ടുള്ള തന്നെ ഒരു കട. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ചാർമിനാർ. കണ്ടോ, ചാർമിനാർ ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. മാർക്കറ്റും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ജസ്റ്റ് നിങ്ങളത് കാണിക്കാൻ വിചാരിച്ചിട്ടോ ഇതിൻ്റെ സംഭവവും കാര്യങ്ങളൊക്കെ. ഒത്തിരി പ്രൊസീജിയർ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിന്. പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടുത്തെ ആളുകളെല്ലാം ഒത്തിരി വന്നിട്ട് കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഒരു ഗ്ലാസ്സിന് 30 രൂപ കേട്ടത്. ഈ സംഭവത്തിന് ഗ്ലാസ്സിന് 30 രൂപ. थोड़ा सा मुस्किया के चचा चाय बनावा भैया. ഈ സംഭവം ലസ്സി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ടേസ്റ്റ് ചെയ്യും ഇതാക്കാൻ പറ്റിയ സംഭവമാട്ടോ ഇത്. ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഇങ്ങനത്തെ സംഭവം കഴിക്കാറില്ല കേട്ടോ. വാസ്തവം ഇങ്ങനത്തെ സംഭവത്തിലുള്ള, അതായത് ഐസ്ക്രീം ആണെങ്കിൽ അങ്ങനത്തെ സംഭവമാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒത്തിരി ഒന്നും കഴിക്കില്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവം തീരെ ഞാൻ കഴിക്കില്ല. ഇതാണ് സംഭവം. ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചതാണ്. പ്രൊസീജിയറൊക്കെ ഒത്തിരി ജോലി സംഭവം. പക്ഷെ ഇതിന് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. നല്ല ഇവിടെ നന്നായിട്ട് വിറ്റ് പോകുന്നൊരു സംഭവം. അങ്ങനെ നമ്മൾ ചാർമിനാർ മാർക്കറ്റ് എത്തിയിട്ടോ. ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അതായത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാതും അടിച്ചു മാറ്റി കൊണ്ടുപോകും കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണ്. അപ്പം നമ്മൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുള്ളൂ കേട്ടോ. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഡ്രസ്സും കാര്യങ്ങളും എല്ലാം മേടിക്കാം. പക്ഷെ ഒരു സെക്കൻഡ് നിന്നാൽ എല്ലാം അടിച്ചിട്ട് പോകും. അതാണ് സംഭവം ഇവിടെ. ഈ ചാർമിനാർ ബസാർ എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കിട്ടും. A to Z കാര്യങ്ങൾ കിട്ടും കേട്ടോ. അതായത് പാത്രങ്ങൾ, അങ്ങനത്തെ ഡ്രസ്സ് ഐറ്റംസ്, അതുപോലെ തന്നെ ചപ്പല്, ബാഗ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒത്തിരി തിരക്കണം. നമുക്ക് കുട്ടികളായിട്ടൊന്നും വരാൻ പറ്റാത്ത സ്ഥലമുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കുട്ടികളൊക്കെ വെച്ച് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്. കണ്ടോ, സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാം തട്ടിയിട്ട് പോകും. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഭയങ്കര തിരക്കാണ്. പിന്നെ അല്ലൂസ് നല്ല ടയേർഡായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രം കേട്ടോ. ഈ സംഭവം കണ്ടോ, നമ്മുടെ നാട്ടിൽ ചോക്ലേറ്റ് ആണ് കണ്ടോ. പക്ഷെ ഒട്ടും വൃത്തിയില്ല കേട്ടോ. എനിക്ക് ഇതെങ്ങനെയൊക്കെ കൊണ്ടുപോകണത് ഒട്ടും വൃത്തിയില്ലാത്തൊരു സംഭവമാണ്. ഇങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ഇതൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ, അതായത് ഹോം ഡെക്കേഴ്സിൻ്റെ സംഭവങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അതുപോലെ ടോയ്സുകളും ഉണ്ട്. ടോയ്സുകളും നമുക്ക് ഒത്തിരി കാണാൻ പറ്റി ഇവിടെ. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ കാണാൻ അടിപൊളിയാണ്. അതായത് അതായത് എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാഷിന് ഒത്തിരി സാധനങ്ങൾ മേടിച്ച് പോവാം. പിന്നെ ഒരു അടിപൊളി മാർക്കറ്റ്, അതായത് എല്ലാ തരം സാധനങ്ങളും ഒരു മാർക്കറ്റിൽ കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. പിന്നെ കുറഞ്ഞ റേറ്റ്, ചീപ്പ് റേറ്റാണ്. എവിടെ റേറ്റ്?
അങ്ങനെ നമ്മൾ മാർക്കറ്റൊക്കെ കണ്ട് കഴിഞ്ഞ് വന്ന് റൂമിൽ വന്ന് ഫ്രഷായി നമ്മൾ നാട്ടിൽ തിരിച്ചു പോവാണ് കേട്ടോ. ഹൈദരാബാദൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുരുങ്ങിയ ചിലവ് കൊണ്ട് നമുക്ക്, അതായത് ചുരുങ്ങിയ ബഡ്ജറ്റ് കൊണ്ട് നമുക്ക് ഹൈദരാബാദൊക്കെ പോയിട്ട് വരാം. കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനും കാര്യങ്ങളും പർച്ചേസും കാര്യങ്ങളൊക്കെ കുറഞ്ഞ ബഡ്ജറ്റാട്ടോ. റൂമാണെങ്കിലും നമ്മളൊന്ന് ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ബഡ്ജറ്റിൽ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഹൈദരാബാദൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ഡ്രസ്സ് മെറ്റീരിയൽസ്, ഫാൻസി ഐറ്റംസ് ഒക്കെ ഇതൊക്കെ അതായത് നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല ലോ പ്രൈസിൽ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു പ്ലേസാണ് ഹൈദരാബാദിൽ സിക്കന്ദരാബാദ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്ന, അതായത് ഡ്രസ് മെറ്റീരിയൽസും ഫാൻസി ഐറ്റംസും ഒക്കെ ബിസിനസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി സംഭവങ്ങൾ അടിപൊളിയായി കുറഞ്ഞ വിലക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഹൈദരാബാദ് വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.